ഈ ഓളെ ഫോട്ടോ നോക്കി അങ്ങനെ നിന്നോ. പിന്നെന്ത് വന്നിട്ട് ഒരാഴ്ചയായി. കല്യാണം ആകുമ്പോഴേക്ക് പൈസ ഒരുപാടാവും. ഇതൊക്കെ എവിടുന്നാക്കി ഉണ്ടാക്കുക? നിങ്ങളെ തൊഴിലുറപ്പിന്റെ അക്കൗണ്ട് പൈസ അല്ലേ? ഇത് ഏത് നേരം നോക്കിയാ തൊഴിലുറപ്പിന്റെ പൈസ? ഇത് വണ്ടി കൂടി വരുന്നുണ്ടല്ലോ. ഇത് കാർക്കേരി എന്ന് പറഞ്ഞ വീടല്ലേ? അതെ. ഞങ്ങൾ ബാങ്കിൽ നിന്ന് വരികയാണ്, മാനേജർ. അപ്പൊ ഞങ്ങൾ വന്ന കാര്യം എന്താന്ന് വെച്ചാല്, നമ്മുടെ സർക്കാരിന്റെ പുതിയ തീരുമാനപ്രകാരം ആൾക്കാരുടെ കടങ്ങളൊക്കെ എഴുത്തള്ളുന്ന ഒരു പുതിയൊരു പരിപാടി ഇട്ട്. ഇങ്ങനെ ഏതൊക്കെ ബാങ്കിലെ കടങ്ങളുണ്ട് അതൊക്കെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് സർക്കാരിന് അത് ഒരു അപേക്ഷയായിട്ട് കൊടുക്കാം. അപ്പൊ ഒന്ന് പറയും. കടം എന്ന് പറഞ്ഞാൽ ഒരുപാട് കട ഉണ്ട്. 3-4 ബാങ്കിലായി കഴിഞ്ഞാൽ 10-20 ലക്ഷം ഉണ്ട്. ഈ വീടും കടത്തില്ല. ഇവനെ കല്യാണമാണ് ഉറപ്പിച്ചുണ്ട്. ഇവനാണെ പണിക്കും പോവില്ല. വണ്ടിയുടെ കടം കൂടി തള്ളി പോട്ടെ ഇവിടെ പറഞ്ഞു. പിന്നെ ഞങ്ങള് ബാങ്കിൽ നിന്ന് വന്നതല്ല, നീ കണ്ട കുട്ടീന്റെ അമ്മാവനാണ്. എനിക്ക് ഒരുപാട് കടങ്ങളുണ്ടെന്നൊക്കെ ഞാൻ അറിഞ്ഞിരുന്നു. അപ്പൊ അത് യഥാർത്ഥത്തിൽ നിങ്ങളെ നാവും തന്നെ സത്യം അറിയാന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ വന്നത്. അപ്പൊ കടത്തിനെ പറ്റി പറയാൻ നിങ്ങളെ അമ്മയും മോനും മനസ്സിലായിരുന്നു. ഇങ്ങനത്തെ ഒരു കടങ്ങളുടെ വീട്ടിലേക്ക് എങ്ങനെ ഒരു കുട്ടിയെ തരും? ഇനി ഈ കല്യാണക്കാര്യം പറഞ്ഞ് എന്റെ വീട്ടുമുറ്റത്ത് കാല് കുത്തിപ്പോയി. കല്യാണം മുടങ്ങിയില്ലേ?